നിങ്ങൾ അയച്ച പാഴ്സലിൽ മയക്കുമരുന്നുണ്ട്, കസ്റ്റംസ് നിങ്ങളെ തേടുന്നുണ്ട്, നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്തു, നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിപ്പുകാർ കൊണ്ടുപോയത് കോടിക്കണക്കിന് രൂപയാണ്. നമ്മൾ നിരവധി അങ്ങനത്തെ വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയായി കാണുകയും ചെയ്തു. നല്ല പഠിപ്പും വിവരവും ഉള്ളവരൊക്കെ ഒരുപാട് പേരെ നൈസായി പറ്റിച്ച തട്ടിപ്പ് രീതി ഇങ്ങനെ പഴകുമ്പോൾ പുതിയ ഒരു തട്ടിപ്പ് രീതിയുമായി രംഗത്തെത്തുകയാണ് ഇപ്പോൾ തട്ടിപ്പുകാർ. ക്രെഡിറ്റ് സ്കോർ മികച്ചതായതുകൊണ്ട് 60-കാരന് ബാങ്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകുന്നു. ബംഗളൂരുവിലെ ടെക്കിക്ക് ഫോൺ ഉപയോഗിച്ചതോടെ നഷ്ടമായത് 2.8 കോടി രൂപയാണ്. ഇപ്പം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് വിശദമായി അറിയാം. നമ്മളോടൊപ്പം KB ശ്രീധരൻ ചേരുന്നുണ്ട്. ഈ തട്ടിപ്പിനെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞുതരാൻ. ശ്രീധരൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുമാണ് ഏറ്റവും ഇപ്പോൾ അധികം തട്ടിപ്പിന്റെ ഇരയാകുന്നത്. ഈ തട്ടിപ്പിന്റെ പുതിയ രീതിയെ കുറിച്ച് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇത് തട്ടിപ്പിൻ്റെ ഏറ്റവും പുതിയ രീതി തന്നെ എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. സാധാരണ നമുക്കൊക്കെ ഫോണിലേക്ക് ഇങ്ങനെ കോൾ വരാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മികച്ചതായതുകൂടി നിങ്ങൾക്ക് ഇന്ന ഒരു കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ ലോൺ നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യാൻ ആകും തുടങ്ങിയ ബാങ്കിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പ് മെസ്സേജുകളും കോഡുകളൊക്കെ വരാറുണ്ട്. ഏതായാലും ഇത് കുറച്ചുകൂടി കടന്നാണ് പോയത്. അതായത് ബംഗളൂരുവിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്കി, അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഒരു മെസ്സേജ് വരികയാണ്. തുടർന്ന് കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോളും വരുന്നു. ഈ കോളിൽ പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ മികച്ചതിനാൽ തന്നെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് തരികയാണെന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് കമ്പനിയിൽ നിന്ന് അഡ്രസ്സ് ഒക്കെ വാങ്ങി ഈ ബാങ്കിൽ നിന്ന് മൊബൈൽ ഫോൺ ലഭിക്കുകയും തട്ടിപ്പുകാരിൽ നിന്ന് മൊബൈൽ ഫോൺ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ മൊബൈൽ ഫോൺ ലഭിച്ച് അദ്ദേഹത്തിൻ്റെ സിം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തപ്പോഴാണ് പണി മുഴുവൻ പാളിപ്പോയത്. ഈ ക്ലോൺ ചെയ്ത നിരവധി ആപ്പുകൾ ഉള്ള ഒരു ഫോണാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. ഈ ഫോണിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി, അതായത് ബാങ്കിലെ OTP, അക്കൗണ്ട് വിവരങ്ങൾ ഇതൊക്കെ ചോർത്തിയ ശേഷമാണ് ഈ തട്ടിപ്പിൻ്റെ വിവരം അറിയുന്നത്. ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് 2.8 കോടി രൂപയാണ് ഈ ടെക്കിക്ക് നഷ്ടപ്പെട്ടത്. ഇടയ്ക്കൊന്ന് എപ്പോഴോ ഇദ്ദേഹം ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇത്ര വലിയ തട്ടിപ്പിനിരയായെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. തുടർന്ന് വൈറ്റ്ഫീൽഡ് പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്തത്. ഏതായാലും അപ്പോഴേക്കും പൈസയൊക്കെ അദ്ദേഹത്തിൻ്റെ പോയിരുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ക്ലോൺ ചെയ്ത നിരവധി ആപ്പുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച ഒരു ഫോണായതിനാൽ തന്നെ ബാങ്കിൽ നിന്ന്, അതായത് പണം പോയാൽ നമുക്ക് മെസ്സേജ് സാധാരണ വരാറുണ്ട്. ഈ മെസ്സേജ് വരുന്ന കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ആ മെസ്സേജ് ഒന്നും അദ്ദേഹത്തിന് വന്നതുമില്ല. അങ്ങനെയാണ് അദ്ദേഹം തട്ടിപ്പറയാൻ വൈകിയത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലേതായാലും ഇദ്ദേഹത്തിന് 3 കോടിയോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കാണുന്നവർ നോക്കുക, നമുക്ക് നിരവധി ബാങ്കിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൂടുതൽ ഓഫറുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോളുകൾ വരും. ചിലപ്പോൾ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ അയച്ചു തരും. ആ സമ്മാനങ്ങളൊക്കെ മേടിച്ച് വെച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒന്നോർക്കുക, ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇപ്പോൾ തീർച്ചയായും തന്നെയാണ്. എന്തൊരു അവസ്ഥ, വിശ്വസിച്ചൊരു സമ്മാനം പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയെ. അപ്പോൾ ശ്രീധരൻ ഈ തട്ടിപ്പിന്റെ പുതിയ രീതിയെ കുറിച്ചൊക്കെ പറഞ്ഞത് എല്ലാവരും കേട്ട് കാണുമല്ലോ. അപ്പോൾ ഇനി സമ്മാനമൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, വല്ല പണിയുമാണോ എന്ന് നോക്കിക്കൊള്ളുക. ശരി.